റൗണ്ട് ഓഫ് 32-ൽ നടന്ന ജർമ്മനി പരാഗ്വയ് പോരാട്ടത്തിൽ ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് പരാഗ്വയുടെ മുന്നേറ്റം. യൂറോപ്യൻ വമ്പന്മാരായ ജർമ്മനി വീണ്ടും വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്ക്. ലോകമുൻ ചാമ്പ്യന്മാരായ ജർമ്മനി പരാഗ്വയ്ക്കുമേൽ അനായാസ വിജയമായിരുന്നു ഫുട്ബോൾ ലോകം കരുതിയിരുന്നത്. ജർമ്മനി ഗോളുകൾ അടിച്ചുകൂട്ടി പരാഗ്വയ്ക്കെതിരെ അനായാസ വിജയം സ്വന്തമാക്കും. പക്ഷേ മത്സരത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരാഗ്വയുടെ മുന്നേറ്റം. അവരുടെ ഗോൾ കീപ്പറായ ഒർലാൻഡോ ഗില്ലിൻ്റെ തകർപ്പൻ പ്രകടനങ്ങൾക്ക് മുന്നിൽ ജർമ്മനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. മത്സരം 90 മിനിറ്റും അവസാനിച്ചിരുന്നു. മത്സരം തുടങ്ങി ഇരു ടീമുകളും മികച്ച ആക്രമണ ഫുട്ബോളാണ് കളിച്ചത്. ജർമ്മനിയുടെ ആക്രമണം തന്നെയായിരുന്നു മുന്നിട്ട് നിന്നത്. ജർമ്മനി പലതവണ പരാഗ്വയ് ബോക്സിലേക്ക് ഇരച്ചു കയറി. ആദ്യ പകുതിയിലെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ജർമ്മനി അപകടം വിതക്കുന്നതാണ് കണ്ടത്. ഒരുപാട് അവസരങ്ങളാണ് ജർമ്മനി തുറന്നെടുത്തത്. പക്ഷേ ഗോൾ മാത്രം പിറന്നില്ല. മത്സരത്തിൻ്റെ ആദ്യ പകുതി പിരിയുന്നതിന് തൊട്ടു മുമ്പായി ഇനാസിയോ പരാഗ്വയ്ക്കായി ലീഡ് നേടിക്കൊടുക്കുന്നു. അതൊരു അപ്രതീക്ഷിത ഗോളായിരുന്നു. കാരണം ജർമ്മനി കളിക്കുകയും പരാഗ്വയ് ഗോളടിക്കുകയുമാണ് ചെയ്തത്. ജർമ്മനിക്കെതിരെ ഒരു മനോഹരമായ കൗണ്ടർ അറ്റാക്കിലൂടെയായിരുന്നു പരാഗ്വയ് മറുപടി നൽകിയത്. മത്സരത്തിൻ്റെ 42-ാം മിനിറ്റിൽ ഇനാസിയോ നേടിയ ഗോളിലൂടെ പരാഗ്വയ് ഒരു ഗോൾ അടിക്കുന്നു. ആദ്യ പകുതി പിരിയുമ്പോൾ ജർമ്മനി 0, പരാഗ്വയ് 1. മത്സരം രണ്ടാം പകുതിയിലേക്ക്. രണ്ടാം പകുതിയിൽ ജർമ്മനിക്ക് തിരിച്ചു വന്നേ പറ്റൂ. കാരണം പരാഗ്വയ് ഓൾറെഡി ഒരു ഗോളിന് മുന്നിലാണ്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആക്രമണ ഫുട്ബോളാണ് ജർമ്മനി കളിച്ചത്. നിരന്തരം പരാഗ്വയ് ബോക്സിലേക്ക് ജർമ്മൻ താരങ്ങൾ ഇരച്ചു കയറുകയായിരുന്നു. ഒരുപാട് ഷോട്ടുകൾ, ഒരുപാട് ചാൻസുകൾ, പക്ഷേ ഗോളുകളായില്ല. ഒടുക്ക മത്സരത്തിൻ്റെ 54-ാം മിനിറ്റിൽ ഫലം കണ്ടു. മികച്ച മുന്നേറ്റത്തിനൊടുക്കം ജർമ്മനിക്കായി ഹെവേർട്സ് നേടിയ ഗോളിലൂടെ ജർമ്മനി ഒപ്പം പിടിക്കുന്നു. പരാഗ്വയ്ക്കെതിരെ നിർണായക ഗോൾ കണ്ടെത്താൻ ജർമ്മനിക്ക് സാധിച്ചിരിക്കുന്നു. സൂപ്പർ താരം ഹെവേർട്സിൻ്റെ വകയായിരുന്നു ജർമ്മനിയുടെ ഗോൾ. മത്സരം 1-1. മത്സരം അവസാനിക്കുന്നത് വരെ ജർമ്മനിയുടെ ഗോൾ അടിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. അങ്ങനെ 90 മിനിറ്റ് അവസാനിക്കുമ്പോഴും സ്കോർ ബോർഡിൽ 1-1 എന്ന്. പരാഗ്വയ് ഇടയ്ക്കിടെ കൗണ്ടർ അറ്റാക്കുമായി ജർമ്മനി ബോക്സിലേക്ക് വന്നെങ്കിലും പരാഗ്വയ് താരങ്ങൾക്കും ഗോളടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 90 മിനിറ്റ് നിശ്ചിത സമയവും ആഡ് ഓൺ ടൈമും കഴിയുമ്പോഴും സ്കോർ ബോർഡ് 1-1. 21 ഷോട്ടുകൾ, 7 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ, 75% ബോൾ പൊസിഷൻ, 753 പാസുകൾ, 92 പാസ് ആക്യുറസി. കളിക്കളത്തിൽ എല്ലാത്തിലും ജർമ്മനിയായിരുന്നു മുന്നിൽ. മത്സരം അവസാനിക്കുമ്പോൾ ജർമ്മനിയുടെ സ്റ്റാറ്റിക്സ് മാത്രമായിരുന്നു കണ്ടിരുന്നത്. മത്സരത്തിൽ മാത്രം 16 കോർണർ കിക്കുകളാണ് ജർമ്മനി വിൻ ചെയ്തത്. മത്സരം പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങി. ആദ്യ പെനാൽറ്റി എടുത്തത് ഹെവേർട്സ് ആയിരുന്നു. ഹെവേർട്സിൻ്റെ പെനാൽറ്റി പരാഗ്വയ് ഗോൾ കീപ്പറായ ഒർലാൻഡോ ഗിൽ തട്ടിയകറ്റുന്നു. എന്ത് സംഭവിച്ചെന്നറിയാതെ ജർമ്മൻ പഠനശബ്ദരാകുന്നു. പിന്നീട് പരാഗ്വയ്ക്കായി മൗറിസിയോയുടെ പെനാൽറ്റി. അദ്ദേഹം ലക്ഷ്യം കാണുന്നു. പിന്നാലെ പെനാൽറ്റിയിലൂടെ ജോഷോ കിമ്മിച്ചും പരാഗ്വയ്ക്കായി ഗോമസും പിന്നെ ജർമ്മനിക്കായി മുസിയാലയും പരാഗ്വയ്ക്കായി ഗൊളാറസും ഗോളുകൾ കണ്ടെത്തുന്നു. 4-ാം പെനാൽറ്റി എടുത്ത വോൾട്ട്മെയ്ഡിന് വീണ്ടും പിഴക്കുന്നു. ജർമ്മൻ സൂപ്പർ താരത്തിൻ്റെ പെനാൽറ്റിയും ഗോൾ കീപ്പർ ഒർലാൻഡോ ഗിൽ തട്ടിയകറ്റുന്നു. പരാഗ്വയ് താരം സനാബ്രിയയുടെ കിക്ക് ന്യൂയർ തടഞ്ഞിടുന്നു. പിന്നാലെ അമ്രി ജർമ്മനിക്കായി ഗോൾ വല ചലിപ്പിക്കുന്നു. ഈ അവസാന കിക്കും തടുക്കണം. അങ്ങനെ ബൽബേനയുടെ കിക്ക് പുറത്തേക്ക് പോകുന്നു. പരാഗ്വയ്ക്ക് വിജയിക്കാനുള്ള സുവർണാവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ 6-ാം കിക്കെടുത്ത സൂപ്പർ താരം ടാക്ക് പിഴക്കുന്നു. നിർണായക കിക്കെടുത്ത ജർമ്മനി താരത്തിൻ്റെ പിഴവ് പക്ഷേ പരാഗ്വയ് താരം മുതലാക്കുന്നു. അവസാന കിക്കടിച്ച കെനാലെ പന്തിനെ വലയിലേക്ക് എത്തിക്കുന്നു. 4-3 എന്ന സ്കോറിന് ജർമ്മനി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്ക്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരാഗ്വയ് ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഒരു ഭാഗത്ത് അവരുടെ രാജ്യത്തിൻ്റെ കാവൽ വേഷം അണിഞ്ഞിരിക്കുകയാണ് പരാഗ്വയ് ഗോൾ കീപ്പറായ ഒർലാൻഡോ ഗിൽ. നിർണായകമായ പെനാൽറ്റിയിൽ 2 സേവുകളുമായി അദ്ദേഹം മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുകയും ചെയ്തു. നിർണായകമായ 2 പെനാൽറ്റി കിക്കുകളാണ് അദ്ദേഹം തടഞ്ഞിട്ടത്. പരാഗ്വയ്ക്ക് വിജയത്തിനാവശ്യമായ നിർണായകമായ 2 പെനാൽറ്റി. മത്സരത്തിലും മികച്ച പ്രകടനം. എന്നാൽ മറുഭാഗത്ത് മാനുവൽ ന്യൂയർ ജർമ്മനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു. പെനാൽറ്റിയിലെ നിർണായക കിക്ക് തടഞ്ഞിട്ടുകൊണ്ട് അദ്ദേഹം ജർമ്മനിക്ക് ജീവവായു നൽകി. പക്ഷേ ജർമ്മൻ താരത്തിൻ്റെ മറ്റൊരു പെനാൽറ്റി മിസ്സിൽ ജർമ്മനി പുറത്താവുകയായിരുന്നു. ഇതോടെ മാനുവൽ ന്യൂയർ ഇൻ്റർനാഷണൽ കരിയറിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.